ഹരി ഓം നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ ഇനി ലളിതാ സഹസ്രനാമത്തിലെ 50-ാമത്തെ ഈരടിയാണ് നമ്മളെടുക്കുന്നത്. നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രീ സുഖപ്രദ. ഇതാണ് ആ ഈരടി. നിസ്തുല എന്ന് പറഞ്ഞാൽ തുല്യമില്ലാത്തവൾ, അതായത് അതുല്യയായവൾ, ദേവിക്ക് തുല്യമായി, അതായത് പരബ്രഹ്മത്തിന് തുല്യമായി മറ്റൊന്നില്ലല്ലോ. അത് നിസ്തുല എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ പരബ്രഹ്മത്തെക്കുറിച്ചാണിതെന്നും പരബ്രഹ്മത്തിന് തുല്യമായി മറ്റൊന്നില്ലെന്നും ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത്രയേ ഉള്ളൂ. നിസ്തുല, ഈശ്വരന് തുല്യമായിട്ടൊന്നുമില്ല സ്വാഭാവികമായും. അടുത്തതാണ് നീലചിഗുര. ചിഗുരമെന്ന് പറഞ്ഞാൽ തലമുടി, മുടി. നീലചിഗുര, നീലമുടിയുള്ളവൾ. അപ്പോൾ നമുക്ക് തോന്നും പരബ്രഹ്മം സർവ്വവ്യാപിയാണല്ലോ, പിന്നെ നീലമുടി എങ്ങനെയാണ് വന്നത്? ഇത് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതാണ്. ലളിതാ സഹസ്രനാമത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള വിവരണങ്ങളാണ്. ചിലയിടത്ത് രൂപം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചിലയിടത്ത് ആലങ്കാരികമായിട്ടായിരിക്കും ആ രൂപം പറയുക. ചിലയിടത്ത് അതല്ല, ശരിക്കും രൂപമാണ്. അപ്പോൾ ചിലയിടത്ത് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് ശർക്കര ഉള്ള അന്നം, ശർക്കരാന്നം, അത് ഇഷ്ടമുള്ളവൾ എന്ന് പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു നാമത്തിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം. ഇത് പരബ്രഹ്മത്തെക്കുറിച്ചാണ്. ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ മാതൃഭാവമാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നീലചിഗുരം എന്ന് പറഞ്ഞാൽ നീലമുടിയുള്ളവളായി, അതായത് നമ്മൾ ഈ സാധന ചെയ്യുമ്പോൾ, യോഗികൾ സാധന ചെയ്യുമ്പോൾ അവർ ആ സാധനയുടെ ഒരു പ്രത്യേക ഉയരത്തിലെത്തുമ്പോൾ ഒരുപാട് പടവുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലെത്തുക. ഈശ്വരനെ ദർശനം തന്നെ ഒരുപാട് പടവുകൾ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ സാധനയുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടദേവത നമുക്ക് ദർശനം തരും. നിങ്ങൾ ഏത് ഇഷ്ടദേവതയാണോ ഉപാസിക്കുന്നത് ആ ഇഷ്ടദേവതയുടെ ദർശനമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ സ്വഭാവത്തിനും സാധനയ്ക്കും ഒക്കെ അനുസരിച്ച് ഈ രൂപത്തിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ എത്രയാണ് സാധന ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ അനുസരിച്ച് ഈ രൂപത്തിന് വ്യത്യാസം വരും. ചില സമയത്ത് നീല തലമുടിയുള്ളവളായി, അത് അഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പനങ്കുല പോലെയുള്ള മുടി അഴിച്ച് നിൽക്കുന്ന അതീവ സുന്ദരിയായ ഒരു സ്ത്രീരൂപം സങ്കല്പിച്ച് നോക്കുക. ചില സമയത്ത് അങ്ങനെയാണ് യോഗികൾക്ക് ദർശനം കൊടുക്കുക. ചില സമയത്ത് ശൂലവും മറ്റും ധരിച്ചുകൊണ്ടുള്ള ദർശനമായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് അവർ ചെയ്യുന്ന സാധനയെ ആശ്രയിച്ചാണ്. അവരുടെ മനസ്സ്, ഭാവം, സാധന മാത്രവുമല്ല, അവരെത്ര ഉയരത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നീലചിഗുര എന്ന് പറഞ്ഞാൽ യോഗികൾക്ക് നീല തലമുടിയുള്ളവളായി ദർശനം നൽകുന്നവൾ എന്നാണ് അതിനർത്ഥം. ഒരു പ്രത്യേക ലെവലിലെത്തിയ യോഗികൾക്ക് നീല തലമുടിയോടെയുള്ള ദർശനമായിരിക്കും ഉണ്ടാവുക. ശ്രീരാമകൃഷ്ണ പരമഹംസന് കാളിയുടെ ദർശനമാണ് ഉണ്ടായത്. അത് തലയോട്ടിമാലയൊക്കെ ഇട്ട് നാക്കൊക്കെ പുറത്തേക്കിട്ട ഒരു രൂപമാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണിച്ചു കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രൂപം അങ്ങ് അപ്രത്യക്ഷമാവുകയും സാക്ഷാൽ പരബ്രഹ്മഭാവത്തിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ എത്തുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോഴാണ് ഇതുപോലെയുള്ള ദർശനങ്ങൾ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നീല നിറം വരുന്നത് അപാരത, അഗാധത, ഈ രണ്ട് ഗുണങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നീലാകാശം എന്ന് പറയുന്നത് അപാരമാണല്ലോ, അഗാധമാണ്, അസാധാരണമായ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ്. കടൽ നീലമാണ്, ആകാശം നീലമാണ്, ശ്രീകൃഷ്ണൻ നീല നിറമാണ്. അതുപോലെ ദേവിയുടെ ചിഗുരം, മുടിയും നീല നിറമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അഗാധമായ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ ആഴങ്ങളെ സൂചിപ്പിക്കാനാണ്
ആ വാക്കിങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. നീലചിഗുര. അടുത്തത് നിരപായ. അപായമില്ലാത്തവൾ, ഒരു തരത്തിലുമുള്ള അപായങ്ങൾ ബാധിക്കാത്തവൾ. അപായമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അപായം, ഹാനി, നഷ്ടം, അപായം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും കാലമെത്തുന്നതിന് മുൻപ് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്കാണ് അപായം എന്ന് പറയുക. അപകടമെന്നാണ് വാക്കിനർത്ഥം. എന്നാലും കാലമെത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്നത്, അതിനെ നമ്മൾ അപായമെന്ന് പറയും. ഇതൊന്നും ദേവിക്ക് ബാധകമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ സംഭവിക്കുന്നത് ഒരാളിനെ ഒരു മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴുകയോ ആക്സിഡൻ്റ് ഉണ്ടാവുകയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയും അത് ഓർക്കാപ്പുറത്ത് സംഭവിച്ചതാണ്, ആകസ്മികമായി സംഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങ് സമാധാനിക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒന്നും ആകസ്മികമല്ല, ഒന്നും ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതല്ല. നിങ്ങളൊരു മരത്തിൻ്റെ കീഴിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. മരത്തിൽ നിന്ന് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഇല ഒരു പ്രത്യേക രീതിയിൽ കൊഴിഞ്ഞ് കുറച്ചൊരു പ്രത്യേക അളവ് സമയം അത് വായുവിൽ നിന്നതിന് ശേഷം ആലിയാലി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി വീഴുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു ഇല ഇങ്ങനെ കൊഴിഞ്ഞു വീണു, അത്രയേ ഉള്ളൂ. അല്ല, അത് വീഴുന്ന സമയം, ഏത് ഇലയാണ് വീഴേണ്ടതെന്നത്, എത്ര നേരം വായുവിൽ തങ്ങി നിന്ന് അത് ആലിയാലി നിൽക്കുമെന്നത്, എവിടെയാണ് പോയി അത് വീഴേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിർണയിക്കപ്പെട്ട ഒരു മഹാബുദ്ധിയുടെ ഭാഗമാണ്. ഒരു മഹാബുദ്ധിയാണ് അതിനെ നിയന്ത്രിച്ചത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വലിയ ബുദ്ധിയൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. അതുപോലെ ആകസ്മികം എന്ന് പറയുന്ന ഒരു സംഗതി ഈശ്വരൻ്റെ കണക്കിലില്ല. എല്ലാം അവൻ നേരത്തെ തീരുമാനിച്ചതുപോലെയാണ് സംഭവിക്കുക. ഒരു ആക്സിഡൻ്റിലായി ഓർക്കാപ്പുറത്ത് ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. നിരപായ നിരത്യയ. അപ്പോൾ നിരത്യയ, ഇതുപോലെയുള്ള അപായങ്ങളൊന്നും ദേവിയെ ബാധിക്കില്ല. എന്ന് വെച്ചാൽ ബാധിക്കില്ല എന്നുള്ളതല്ല, ഈ അപായങ്ങൾക്കപ്പുറമാണ് അവിടുന്ന് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരപായ നിരത്യയ. അത്യയം എന്ന് പറഞ്ഞാൽ അക്രമം. അക്രമത്തെക്കുറിച്ച് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് ക്രമം. അതിന് സംസ്കൃതത്തിൽ വേദങ്ങളിൽ ഋതം എന്ന് പറയും. ഋഷി എന്നുള്ളതിൻ്റെ ഋതം. പ്രകൃതി നിയമങ്ങളെന്നാണ് ആ വാക്കിനർത്ഥം. ഋതമെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്സ് ഈ പഠിക്കുന്നതെല്ലാം വാസ്തവത്തിൽ ഋതങ്ങളാണ്. ഒന്നും ചേർന്നാൽ 2. അത് പ്രകൃതിയുടെ ഒരു നിയമമല്ലേ. സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നു, അത് പ്രകൃതിയിലെ ഒരു നിയമമല്ലേ. ഭൂമിയെ ചന്ദ്രൻ വലം വയ്ക്കുന്നു, അതൊരു നിയമമല്ലേ. അങ്ങനെയൊന്ന് കണക്ക് കൂട്ടി നോക്കൂ. നിങ്ങൾ ബയോളജിയിലും സുവോളജിയിലും ഫിസിക്സിലും മാത്സിലും ഒക്കെ പഠിക്കുന്നതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഋതം. ഋഷി എന്നുള്ളതിൻ്റെ ഋതം. ഈ ഋതത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ക്രമം. അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങൾ, ഒരു മനുഷ്യൻ സമാധാനമായി ജീവിക്കുന്നത് അത് ഋതമാണ്, പ്രകൃതി നിയമമാണ്. നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് സമാധാനമായി ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ക്രമം. നിങ്ങളുടെ ആ ക്രമത്തെ ഇല്ലാതെയാക്കുന്ന എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അതിന് അക്രമം എന്ന് പറയും. ക്രമമല്ലാത്തത്, അതായത് പ്രകൃതിയുടെ നിയമത്തിന് ഇണങ്ങാത്തത്, അതിനെയാണ് അക്രമം എന്ന് പറയുക. അപ്പോൾ അക്രമമായി. അപ്പോൾ ഈ അക്രമം വന്നാൽ എന്ത് ചെയ്യണം? അക്രമത്തെ പുനഃസ്ഥാപിക്കണം. അക്രമത്തെ അടിച്ചമർത്തിയിട്ട് ക്രമത്തെ പുനഃസ്ഥാപിക്കണം. അതിന് ബലം പ്രയോഗിക്കണം. അങ്ങനെ ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബലം, പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മറ്റും ബലം, എല്ലായ്പ്പോഴും അല്ല, എന്നിരുന്നാലും അവരുദ്ദേശിക്കുന്നത് അവരങ്ങനെ ചെയ്യുമെന്നാണ്. ഈ ബലം പ്രയോഗിക്കും, ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ബലം പ്രയോഗിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഒരു പൊതു നിയമം. ചിലപ്പോഴൊക്കെ അവരങ്ങനെ ആയിരിക്കില്ല ചെയ്യുക, എന്നാലും ഒരു പൊതു നിയമം അങ്ങനെയാണ്. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്, ഈ ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ക്രമം
ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബലത്തിനാണ് വിക്രമം എന്ന് പറയുക. ആ ക്രമത്തിന് അപ്പോൾ ക്രമം പ്രകൃതി നിയമം, അക്രമം പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ സംഗതി. വീണ്ടും ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് വിക്രമം. അപ്പോൾ അത്യയം എന്ന് പറഞ്ഞാൽ അക്രമമാണ്. അക്രമം, അന്യായം. നിരത്യയ, അക്രമത്തെ സഹിക്കാത്തവൾ, അക്രമത്തിനപ്പുറം നിൽക്കുന്നവൾ എന്നാണ് നിരത്യയ എന്ന വാക്കിനർത്ഥം. അത്യയം എന്ന് പറഞ്ഞാൽ അക്രമം. അപ്പോൾ അക്രമത്തെ അംഗീകരിക്കാത്തവൾ അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇത് നമുക്ക് തരുന്ന ഒരു വാണിംഗാണ്, ഒരു താക്കീതാണ്. ക്രമത്തെ നിലനിർത്തുന്നവളാണ് ദേവി. ഈശ്വരൻ ക്രമത്തെ നിലനിർത്തുന്നവനാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന ദുർവിചാരങ്ങൾ കൊണ്ട് ഈ ക്രമത്തെ തകർത്ത് അക്രമം കാണിക്കാം എന്ന് വിചാരിക്കരുത് എന്നുള്ള ഒരു വാണിംഗ്, ഒരു താക്കീതാണിത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദേവി തൻ്റെ വിക്രമം ഉപയോഗിച്ച് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വിധത്തിലുമുള്ള അക്രമങ്ങളെ അമർച്ച ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാണിക്കുന്ന അക്രമങ്ങൾ മുഴുവൻ എന്തുകൊണ്ടാണ് അമർച്ച ചെയ്യാത്തത്? പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലല്ല അത് ചെയ്യുന്നത്. ഈശ്വരൻ ചെയ്യുന്നതിന് ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ എൻ്റെ രീതികൾ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ആ രീതിയോ അതിനെടുക്കുന്ന സമയമോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിന് വിധേയമാവുക. എനിക്കിത് മനസ്സിലാവില്ല, എൻ്റെ ബുദ്ധി ചെറുതാണ്, അതുകൊണ്ട് എനിക്ക് ദേവി എന്താണോ ചെയ്യുന്നത് അത് മനസ്സിലാവുന്നില്ല എന്ന് കരുതി സമാധാനിക്കാൻ. ദേവിക്ക് വിധേയനാകാനേ നമുക്ക് പറ്റൂ. ഒരക്രമത്തെയും ദേവി സഹിക്കില്ല. പക്ഷേ അതിന് ദേവി പെട്ടെന്ന് ആകാശത്ത് നിന്ന് താഴെയോട്ടിറങ്ങി ഒരു ശൂലവുമായി വന്ന് അക്രമികളെ മുഴുവൻ സംഹരിക്കും എന്ന് വിചാരിക്കേണ്ട. അതല്ല രീതി. അതിന് പകരം ദേവിക്ക് ദേവിയുടേതായ, ഈശ്വരന് അവൻ്റേതായ രീതികളുണ്ട്. ഈശ്വരൻ വിഭൂതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. അസാധാരണമായ കഴിവുകൾ എവിടെ കണ്ടാലും അതിന് പറയുന്ന പേരാണ് വിഭൂതി. അപ്പോൾ ഈ വിഭൂതി ഉണ്ടാവും. അപ്പോൾ അക്രമം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വിഭൂതി രംഗത്ത് വരും. അവനെക്കൊണ്ടാണ് ദേവി അക്രമത്തെ അമർച്ച ചെയ്യുന്നത്. ഇത് എപ്പോൾ വരും, എങ്ങനെ വരും തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വിധേയമല്ല. ഇത് സർവത്ര ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമെന്ന് കരുതരുത്. ഇതിനകത്ത് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ സാർവജനീനമാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ഇതിനെ സനാതനധർമ്മം എന്ന് നമ്മൾ വിളിക്കുന്നത്. സനാതനമാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ കാര്യമല്ല പറഞ്ഞത്. ഈശ്വരൻ സർവവ്യാപിയും സർവാന്തര്യാമിയുമാണ്. ദേവി ലളിതാപരമേശ്വരി സർവവ്യാപിയും സർവാന്തര്യാമിയുമാണ്. അപ്പോൾ ദേവി തൻ്റെ വിഭൂതി ഈ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് തന്നെ അക്രമത്തെ അമർച്ച ചെയ്യുകയും ചെയ്യും. ഇതാണ് ആ വാക്കിനർത്ഥം.